ദൈവവിശ്വാസത്തിനും ജീവനോടുള്ള ആദരവിനും സാമൂഹ്യ പ്രശ്നങ്ങൾക്കും പ്രഥമ പരിഗണന നൽകിയ റിപ്പബ്ലിക്കൻ ദേശീയ കൺവെൻഷന്റെ രണ്ടാം ദിനം ശ്രദ്ധേയമായി. മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനും പ്രോലൈഫ് നിയമങ്ങൾ ശക്തമാക്കാനും ട്രംപ് ഭരണകൂടത്തിന് കഴിഞ്ഞെന്നും കൺവെൻഷനിൽ പ്രോലൈഫ് ആക്ടിവിസ്റ്റുകൾ വ്യക്തമാക്കി. പ്ലാന്റ് പാരന്റ്ഹുഡ് എന്ന കുപ്രസിദ്ധ അബോർഷൻ പ്രസ്ഥാനത്തിനു വേണ്ടി ജോലി ചെയ്യുകയും പിന്നീട് പ്രോലൈഫ് ആക്ടിവിസ്റ്റായി മാറുകയും ചെയ്ത അബി ജോൺസണും കൺവെൻഷന്റെ രണ്ടാം ദിനം തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. പ്ലാന്റ് പാരന്റ്ഹുഡ് ക്ലിനിക്കുകളിൽ 80% ന്യൂനപക്ഷ വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത് അവരുടെ വർഗീയ ചിന്താഗതിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും അബി ജോൺസൺ അഭിപ്രായപ്പെട്ടു. ഗർഭസ്ഥ ശിശുവിനെ സഷൻ അബോർഷൻ പ്രക്രിയയിലൂടെ കൊല്ലുന്നത് കണ്ടതാണ് അബിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഭ്രൂണഹത്യ എന്ന ക്രൂരതയെപ്പറ്റി മിക്ക അമേരിക്കൻ പൗരന്മാർക്കും ബോധ്യമില്ലെന്ന് അബി ജോൺസൺ വ്യക്തമാക്കി. ജീവൻ വിരുദ്ധ ആക്ടിവിസ്റ്റുകളെന്നാണ് ട്രംപിന്റെ എതിർ സ്ഥാനാർത്ഥി ബൈഡനെയും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസിനെയും അബി വിശേഷിപ്പിച്ചത്. അമേരിക്ക ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രോലൈഫ് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപെന്നും അബി പറഞ്ഞു. പ്രശസ്ത സുവിശേഷ പ്രഘോഷകനായിരുന്ന ബില്ലി ഗ്രഹാമിന്റെ കൊച്ചുമകൾ സിസി ഗ്രഹാം ലിഞ്ചും വേദിയിൽ പ്രസംഗിച്ചു. ബൈഡൻ ഹാരിസ് സ്ഥാനാർത്ഥികളുടെ ഇലക്ഷൻ പ്രകടന പത്രികയിൽ വിശ്വാസികൾക്ക് യാതൊരുവിധ പരിഗണനയും നൽകുന്നില്ല എന്ന ആരോപണവും പ്രോലൈഫ് ആക്ടിവിസ്റ്റുകൾ ഉന്നയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്.